ജ്യോതി, കൊട്ടാരക്കരയിൽ സംഭവിക്കുന്നത് എന്താണ്? കൊട്ടാരക്കരക്കാർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിനിപ്പോൾ അഖിൽമാരാരല്ല, ഇനി ആര് വന്ന് നിന്നിരുന്നാലും കൊട്ടാരക്കരക്കാർ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണമെന്ന്. അഖിൽമാരാർ ഇന്നലെ വരെ കോൺഗ്രസിന്റെ ചായ്വായിരുന്നു, ഇന്നിപ്പോൾ മാറി നേരെ 2020 എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കറിയാം? അഖിൽമാരാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, 8 മണിക്ക് മുമ്പ് ആദ്യം പൊട്ടുന്ന ആള് ഈ പറയുന്ന അഖിൽമാരാരായിരിക്കും. 8 മണിക്ക് മുമ്പ് ആദ്യം പൊട്ടുന്നത് അഖിൽമാരാരായിരിക്കും. അഖിൽമാരാർ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാണെന്ന് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞില്ല. പക്ഷെ അവിടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്, എന്റെ ഒരു സംശയം, ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി സ്തുതി പാടിയ ഒരാള് ഇന്ന് പെട്ടെന്ന് 2020 പോകുന്നതിനെ കുറിച്ച് നമുക്ക് വിശ്വാസം വരുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. കൊട്ടാരക്കര അപ്പോൾ ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. ആ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സംഘടനാ തലത്തിൽ ഈ പാർട്ടി കുറെ മൂരാച്ചികളുണ്ട്. നിങ്ങൾ കൊട്ടാരക്കരക്കാരനായതുകൊണ്ടാണ് ഞാൻ ഈ 3 പേരുടെ കാര്യവും പറയുന്നത്. നിങ്ങൾ അതിന്റെ ഒരു അസസ്മെന്റ് പറയണം. രോഹിത് പറയണം. 4 പേരുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഐഷ പോറ്റിയെ സംഘടനാ തലത്തിൽ വരട്ടുവാദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്ന് ബാലകൃഷ്ണപിള്ള സാറിനെ തോപ്പിക്കാനായിട്ട് ഇറക്കാൻ അറിയാം. ഈ പറയുന്ന ആ നീക്കമൊന്നും CPMന്റെ നീക്കത്തോടൊന്നും ഒരു സാധാരണക്കാരൻ എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമത് ഇനിയിപ്പോൾ രശ്മി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. ഈ രശ്മി നേരത്തെ കോൺഗ്രസിലായിരുന്നു, ഐഷ പോറ്റി സ്ഥാനാർത്ഥി ആകുമെന്ന് കണ്ടുകൊണ്ട് BJPയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്. താങ്കളൊരു കൊട്ടാരക്കരക്കാരനാണ്, അല്ലെങ്കിൽ കൊല്ലം ജില്ലയെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കൊട്ടാരക്കര എന്ത് സംഭവിക്കും? ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഭയങ്കര അഭിമാനത്തോടെ, തീർച്ചയായിട്ടും ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഗണപതിയെ കാണാൻ നമ്മളും വരാറുണ്ട് അവിടെ. ഞാൻ പറയട്ടെ, കൊട്ടാരക്കര എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്ന സ്ഥലമാണ്. ഇപ്പൊ എന്നോട് എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചേട്ടനോട് ഞാൻ ചോദിക്കാം, ചേട്ടൻ സ്ഥലം എവിടെയാട്ടാ? ഞാൻ തിരുവനന്തപുരം. എന്നോട് ചോദിച്ചാൽ ഞാൻ കൊട്ടാരക്കര എന്നാ പറയാം, കൊല്ലം നല്ല പറയാം. കൊട്ടാരക്കരയാണ് എൻ്റെ സ്ഥലം. കാര്യം കൊട്ടാരക്കര എന്ന് പറയുന്നത് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ജില്ലാ ആസ്ഥാനം പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. രാഷ്ട്രീയത്തിലാകട്ടെ, സാംസ്കാരികമായിട്ടാകട്ടെ, ഇനി ഏത് തലത്തിലെടുത്താലും, അതിനി സ്പിരിച്വാലിറ്റിയിലാകട്ടെ, എന്തിലെടുത്താലും, ഏത് തലത്തിലെടുത്താലും കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന 5 ശക്തികൾ എടുത്താൽ അതിലൊന്ന് കൊട്ടാരക്കരക്കാരനായിരുന്ന R ബാലകൃഷ്ണപിള്ളയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ഒരിക്കൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന മനുഷ്യരായിരുന്നു R ബാലകൃഷ്ണപിള്ള. പക്ഷേ R ബാലകൃഷ്ണപിള്ളയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉള്ളത് കൊണ്ടാണ് കേരള കോൺഗ്രസിലേക്ക് പോവുകയും കേരള കോൺഗ്രസ് B എന്ന ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതും. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും മുഖ്യമന്ത്രിയായി വരുന്ന ഒരാളായിരുന്നു R ബാലകൃഷ്ണപിള്ള. മികച്ച രാഷ്ട്രീയക്കാരൻ, തന്ത്രജ്ഞനായിരുന്നു, രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ 2026 നിയമസഭയെ പറ്റി ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി കൊട്ടാരക്കര ഇടതിനൊപ്പമാണ്. വെറുതെ അങ്ങ് ഇടതിനൊപ്പമായതല്ല, വലതുപക്ഷത്തിന്റെ കരുത്തനായിരുന്ന, വലതുപക്ഷത്തെ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായിരുന്ന R ബാലകൃഷ്ണപിള്ളയെ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്ന ഐഷ പോറ്റി എന്ന് പറയുന്ന ഇടതു രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്ന, എന്നാൽ കൊട്ടാരക്കര വിട്ട് അല്ലെങ്കിൽ കൊല്ലം ജില്ല വിട്ട് പുറത്തേക്ക് ആരും അറിയപ്പെടാതിരുന്ന ഒരു ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു വനിത, അദ്ദേഹത്തെ കാലുവാരി നിലയത്തടിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച നമ്മൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയിൽ നമ്മൾ കണ്ടതാണ്. അതോടുകൂടി R ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ള മത്സരരംഗത്തില്ലാതിരിക്കുകയും, എന്നാൽ R ബാലകൃഷ്ണപിള്ള ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ മറ്റൊരു പോറ്റിയെ, അവിടുത്തെ കൊട്ടാരക്കരയിലെ ഒരു ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ ചെയ്ത് ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ച പോറ്റി ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള ഒരാളെ കേരള കോൺഗ്രസ് B-യുടെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ഈ പോറ്റി ഡോക്ടർ BJPയിലേക്ക് പോയി എന്നുള്ളത് ചരിത്രത്തിൽ, അദ്ദേഹം BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പ്രായമായി, ദീക്ഷയൊക്കെ സ്വീകരിച്ച് ഒരു ആശുപത്രി, അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ആശുപത്രിയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 2016 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിക്ക് നേരിടേണ്ടി വരുന്നത് സവിൻ സത്യൻ എന്ന ചെറുപ്പക്കാരനെയാണ്. അതായത് കേരള കോൺഗ്രസ് B ഇടത്തേക്ക് തിരിയാൻ തീരുമാനിക്കുന്നു. അതായത് പത്തനാപുരത്തുണ്ടാകുന്ന ചില പ്രാദേശിക പ്രശ്നങ്ങൾ, പിന്നെ ഉമ്മൻചാണ്ടിയും ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ, മന്ത്രിസഭയിൽ നിന്ന് അച്ഛന്റെ വാക്ക് കേട്ട് മന്ത്രിയെ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം, പിന്നീട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല, വിവാദമാകുന്ന സോളാർ കേസിന് പിന്നിൽ ഗണേഷ് കുമാറിന്റെ കറുത്ത കരങ്ങൾ, അങ്ങനെ പത്തനാപുരത്തെ ഒരു രാഷ്ട്രീയം വെച്ച് ഇടത്തേക്ക് തിരിയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം കേരള കോൺഗ്രസ് B ഒരു സീറ്റ് മാത്രമാണ് നൽകുന്നത്, പത്തനാപുരം. അപ്പോൾ കൊട്ടാരക്കര കാലങ്ങളായി കേരള കോൺഗ്രസ് B കൈവച്ചിരുന്ന കൊട്ടാരക്കര UDFൽ നിന്ന് കോൺഗ്രസ് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സവിൻ സത്യൻ, അതായത് ഈ INTUC നേതാവ്, കൊല്ലത്തിന്റെ കൊട്ടാരക്കരയുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന, പ്രത്യേകിച്ച് കൊടുക്കുന്നൂർ സുരേഷിന്റെ സ്വന്തം ആളായിരുന്ന സത്യനേശൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ സവിൻ സത്യൻ സ്ഥാനാർത്ഥിയായി വരുന്നു. എന്നാൽ സവിൻ സത്യന് ദയനീയമായ പരാജയമാണ് കൊട്ടാരക്കരയിൽ സംഭവിക്കുന്നത്.
ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി വീണ്ടും നിയമസഭയിലേക്ക് നടന്നു കയറുന്നത്. അത് വെറുതെ ഒരു ദിവസം കൊണ്ടങ്ങ് ഉണ്ടായതല്ല. 10 വർഷക്കാലം MLA എന്ന നിലയിൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം പറയുന്നത് പോലെ അത് CPM-ന്റെ ഔദാര്യമല്ല. ആയിരുന്നെങ്കിൽ 5 വർഷം മാത്രമേ അവർക്ക് വികസന പ്രവർത്തനം നടത്താൻ കഴിയൂ. കാരണം ഈ 50,000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു പ്രതിപക്ഷ MLA ആണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരക്കരയെ പ്രതിദാനം ചെയ്തു. ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അവർ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഒരിക്കൽ ഞാൻ അലക്സാണ്ടർ ജേക്കബ് IPS-ഉമായി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹം ഐഷ പോറ്റിയെ പറ്റി എന്നോട് മെൻഷൻ ചെയ്തു. അദ്ദേഹം പല ഡിപ്പാർട്ട്മെന്റുകളുടെ തലപ്പത്തിരുന്നപ്പോൾ ഒരു MLA എന്ന നിലയിൽ അവരുടെ ഇടപെടലുകൾ, കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ മിടുക്ക്, പദ്ധതി രൂപീകരിക്കാനുള്ള അവരുടെ ആസൂത്രണ ബുദ്ധി, ഇതിനെപ്പറ്റിയൊക്കെ അലക്സാണ്ടർ ജേക്കബ് സാർ സംസാരിക്കുന്നത്. ഇത് ഞാൻ ഐഷ പോറ്റിയുമായുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ ചെയ്തു കൊടുത്ത ഭരണപരമായ സൗകര്യങ്ങളെ പറ്റിയൊക്കെ തിരിച്ചും സംസാരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്നിൽ പോയി ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് ഞാൻ LDF-കാരിയാണോ UDF-കാരിയാണോ എന്ന് നോക്കാതെ അതിൽ ന്യായമുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ ഉമ്മൻചാണ്ടി സാർ കാണിച്ച വലിയ മനസ്സാണ് ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ യോഗത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് നേഷൻ ഫസ്റ്റ് അനുവദിച്ച ഇന്റർവ്യൂവിൽ തന്നെ ഐഷ പോറ്റി പറയുന്നുണ്ട്. അങ്ങനെ സ്വമൻ സത്യനുമായുള്ള പോരാട്ടം 50,000 ശിഷ്ടമാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടമാണ്. പിണറായി വിജയന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര പോലെ ഒരു മണ്ഡലത്തിൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ, കേരളത്തിലെ ഇടതുപക്ഷ മണ്ണ്, ഇടതു ഭൂമി, ചെങ്ചുവപ്പൻ മണ്ണെന്നൊക്കെ കണ്ണൂരുകാർ വെറുതെ പറയും. അല്ല, കൊല്ലമാണ് ഇടതുപക്ഷത്തിന്റെ കോട്ട. കൊല്ലം മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ കോട്ട. അത് CPM-ന്റെ കോട്ടയല്ല കേട്ടോ, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. CPI-യുടെ കോട്ടയാണ്, CPM-ന്റെ കോട്ടയാണ്, RSP-യുടെ കോട്ടയാണ്, CMB-യുടെ കോട്ടയാണ്. അങ്ങനെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെയും കോട്ട കൊട്ടാരക്കരയാണ്. ആ കോട്ടയിൽ വലതുപക്ഷത്തിന്റെ കൊട്ടാരമായിരുന്ന കൊട്ടാരക്കര ഐഷ പോറ്റി അങ്ങനെ ഇടതിന്റെ കരുത്തുറ്റ കോട്ടയാക്കി നിൽക്കുന്നു. പക്ഷെ ഈ 3ാം തവണ നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ ഐഷ പോറ്റി അവിടെ ഒരു സ്പീക്കർ ആകാനെങ്കിലും, മന്ത്രിയാക്കണ്ട, ഒരു സ്പീക്കർ ആക്കാനെങ്കിലും യോഗ്യതയുള്ള ആളാണ്. പക്ഷെ ഇവരെ വെട്ടാനുള്ള കാരണം എന്താണ്? ഇവർ വലിയ ഹൈന്ദവ മത വിശ്വാസിയാണ്. എല്ലാ ദിവസവും കൊട്ടാരക്കര ഗണപതി ഭഗവാനെ തൊഴുത് അവിടുത്തെ BJP-കാരനോടും കോൺഗ്രസ്സുകാരനോടും എല്ലാവരോടും സൗഹൃദം പുലർത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു മുഖമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കണ്ണൂർ ലോബിയുടെ ആളല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് അവരെ വെട്ടാനുള്ള കാരണം. സ്വാഭാവികമായും 5 വർഷങ്ങൾ കഴിയുന്നു. അപ്പോൾ പല ആളുകളെ വെട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നു. 3 ടൈം പൂർത്തീകരിച്ചവരാരും മത്സരിക്കേണ്ട. അവരുടെ ലക്ഷ്യം G. സുധാകരനും തോമസ് ഐസക്കും ഒക്കെ ആയിരുന്നുവെങ്കിൽ അതിലേക്ക് ആ ലിസ്റ്റിലേക്ക് ഐഷ പോറ്റിയും വന്നുപെടുന്നു. സ്വാഭാവികമായും ഐഷ പോറ്റി വളരെ സൗഹാർദ്ദപരമായി പാർട്ടിയുടെ തീരുമാനത്തെ ശിരസ വഹിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ശേഷം മന്ത്രിസഭയിലെ 2ാമനായിരിക്കുന്ന KN ബാലഗോപാൽ. അപ്പൊ KN ബാലഗോപാലിന്റെ ചരിത്രം എടുക്കൂ. KN ബാലഗോപാൽ രാജ്യസഭ MP ആയിരുന്നു. KN ബാലഗോപാൽ ലോക്സഭയിലേക്ക് കൊല്ലത്ത് നിന്ന് പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച് തോറ്റ് തുന്നം പാടിയ ആളാണ്. കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. കൊല്ലം ജില്ലയിലെ കൺസ്ട്രക്ഷൻ മേഖല മുഴുവൻ തകർന്നടിഞ്ഞത്, കരാറുകാരെല്ലാം കടത്തിലായത്. ആരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പച്ചയ്ക്ക് പറയും. കാരണം എൻ്റെ അച്ഛൻ കരാറുകാരനായിരുന്നു, ഗവൺമെന്റ് കോൺട്രാക്ടർ ആയിരുന്നു. ഞാനും കുറെ കാലം പണി ചെയ്തതാണ്. അച്ഛന് സുഖമില്ലാതിരുന്ന കാലത്ത് 2500-3000 രൂപയ്ക്ക് ഞങ്ങൾ ഒരു ലോഡ് മസ്തയിൽ, അതായത് 180 അടി മസ്തയിൽ പാറ ഇറക്കിക്കൊണ്ടിരുന്നെടുത്തുന്ന 6500-7000 ആയത്. പാറ എന്ന് പറയുമ്പോൾ ബൈ പ്രൊഡക്ട്സിന്റെ എല്ലാം വില കൂടും. എംസാൻഡ് ആകട്ടെ, പീസാൻഡ് ആകട്ടെ, പാർപ്പൊടി ആകട്ടെ, മെറ്റലുകളാകട്ടെ, ഇതെല്ലാം കൂടും. പക്ഷേ സർക്കാരിന്റെ റേറ്റ് മാറുന്നില്ല. ഇത് കൂടുന്നത് KN ബാലഗോപാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ്. CPM-ന്റെ കാരണം എന്താ? CPM ഭരണതലത്തിൽ സമ്മർദ്ദം ചുരത്തി കൊല്ലം ജില്ലയിൽ ഒരു പാറക്കൂറുകൾക്ക് പോലും അനുവാദം കൊടുത്തില്ല. എല്ലാം പൂട്ടുന്ന സാഹചര്യം. കാരണം കൊല്ലത്ത് ഞങ്ങളുടെ കൊട്ടാരക്കരയിൽ നിന്ന്, ഞങ്ങളുടെ കുന്നിക്കോട് നിന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ പത്തനാപുരമായി, പത്തനാപുരത്ത് 5 കിലോമീറ്റർ ഓടിയാൽ പത്തനംതിട്ട ജില്ലയായി. ഈ പത്തനംതിട്ടയിലെ കോറി മാഫിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളത് മലയാളികൾക്കറിയാം. മധു ആരാണ്? KN ബാലഗോപാലിന്റെ സഹോദരനാണ്. അവരാണ് പത്തനംതിട്ടയിലെ കോറി മാഫിയെ നിയന്ത്രിക്കുന്നത്. വലിയ കരാറുകാരാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷെ അവരുടെ രാഷ്ട്രീയം എന്താ? NSS-ഉമായി ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന, BJP രാഷ്ട്രീയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന കരുത്തനായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു സംവിധാനമാണ് KN ബാലഗോപാലിന്റെ കുടുംബം. കഷ്ടപ്പെട്ട് വളർന്നു വന്നവനാണെന്നല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറാൻ യാതൊരു വിധമായ യോഗ്യതയും ഇല്ലാത്തവരാണ്. മുതലാളിമാരാണ്. മുതലാളി കുടുംബത്തിൽ നിന്നാണ് KN ബാലഗോപാൽ വരുന്നത്. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ ഉയർന്നു കേട്ട BJP നേതാവിന്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. സന്ദീപ് വാര്യർ അവിടെ മത്സരരംഗത്തേക്ക് വരുമെന്ന. പക്ഷെ BJP അവസാന നിമിഷം സന്ദീപ് വാര്യരെ പിൻവലിച്ച് അവിടുത്തെ സാധാരണ കൊട്ടാരക്കരയിൽ മത്സരിച്ച് പോകാൻ പറ്റുന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റാത്ത വൈക്കൽ സോമൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു. വൈക്കൽ സോമൻ ചേട്ടൻ BJP-യുടെ സജീവ പ്രവർത്തകരാണ്, ആത്മാർത്ഥതയുള്ള BJP-കാരനാണ്, ഒക്കെയാണ്. പക്ഷേ
ഒരു കെ എൻ ബാലഗോപാലിനെ പോലെയൊക്കെ ഉള്ള ഒരാൾക്കെതിരെ മത്സരിപ്പിക്കാൻ, CPM ഒരു തട്ടകത്തിൽ മത്സരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ സ്വാഭാവികമായി അവിടെ BJP-യുമായി എന്തോ ഒരു സെറ്റിൽമെന്റ് CPM നടത്തിയിട്ടുണ്ട് എന്ന് തുടക്കം മുതലേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് പല പേരുകൾ പരിഗണിക്കാനുണ്ടായിരുന്നു. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ മുതൽ ഇങ്ങോട്ട്, നേതാക്കന്മാർ മുതൽ ഇങ്ങോട്ട് പല ആളുകൾക്കും അവിടെ പല പേരുകൾ നിർദ്ദേശിക്കാനുണ്ടായിരുന്നു. ഒരു ക്രൈസ്തവ സഭാവിശ്വാസികളെ ആയ പലരുടെയും പേരുകൾ അന്ന് ഉയർന്നു കിട്ടു. പലരും ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ തീരുമാനം കൊടിക്കുന്നിൽ സുരേഷ് MPയുടേതായിരുന്നു. കാരണം കൊട്ടാരക്കര കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ തട്ടകമാണ്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും തനിക്ക് സ്ഥാനാർത്ഥികളുണ്ട് എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിലും KPCCയിലും അടക്കം നിർദ്ദേശങ്ങൾ വെച്ചു. പക്ഷെ പത്തനാപുരം രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരനായ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഏകദേശം ഉറച്ച മട്ടായിരുന്നു. കൊടിക്കുന്നിലിന്റെ നോമിനിയായി വന്ന ഗണേഷ് കുമാറിന്റെ മച്ചുനനായ ശരണ്യ മനോജിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കൊട്ടാരക്കര കൊടിക്കുന്നിൽ സുരേഷിന്റെ തീരുമാനത്തിലേക്ക് വിടുന്നു. കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തു. അതായത് ഐഷ പോറ്റി വന്ന ട്രാക്ക് എങ്ങനെയാണോ അതേ ട്രാക്ക് പിടിക്കാൻ പറ്റുന്ന രശ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സ്ഥാനാർത്ഥിയാക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് നിർദ്ദേശിക്കുന്നു. സവിൻ സത്യൻ മത്സരിച്ച ആ വർഷവും രശ്മിയുടെ പേര് കൊടുക്കുന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 പേരുകളാണ് കൊടുക്കുന്നത് നിർദ്ദേശിച്ചത്, രശ്മിയും സവിൻ സത്യനും. പക്ഷേ മാധ്യമങ്ങൾ രശ്മിയോട് അന്ന്, അതായത് 2011 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ രശ്മിയോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി, ഐഷ പോറ്റിയെ പോലെ ഒരാളോടൊപ്പം മത്സരിക്കാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല, എങ്കിലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ, ത്രാണി ഇല്ലാത്തവർ മത്സരിക്കേണ്ട എന്നൊരു നിലപാട് പാർട്ടി അന്ന് എടുത്തതാണ്. അങ്ങനെ 2021 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രശ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, രശ്മിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സൗമ്യമുഖമാണ്, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. എന്നാൽ കോൺഗ്രസിന്റെ വേദികളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു വനിതാ നേതാവാണ്. അങ്ങനെ രശ്മിക്ക് സീറ്റ് ലഭിക്കുന്നു. രശ്മി മത്സര രംഗത്ത് വരുന്നു. മത്സരം കടുക്കുന്നു. CPM വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായി മാറിയില്ല. ഐഷ പോറ്റിക്ക് കിട്ടിയ വലിയൊരു ജനകീയതയൊന്നും കെ എൻ ബാലഗോപാലിന് ഇല്ല എന്നും, വൈക്കൽ മധുവിന്റെ സ്ഥാനാർത്ഥിത്വം CPM-നെ അല്ല സഹായിക്കാൻ പോകുന്നത്, അത് ഇവർ കണക്കുകൂട്ടൽ പിഴയ്ക്കുന്നു, രശ്മിയെ സഹായിക്കുമെന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ശബരിമല പോലെയുള്ള വലിയ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. രശ്മി മത്സര രംഗത്തേക്ക് വരുന്നു, മത്സരം കടക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ ഐഷ പോറ്റിയെ രംഗത്തേക്ക് ഇറക്കുന്നു. കെ എൻ ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ മുക്കിനും മൂലയിലും വോട്ട് ചോദിക്കുന്നത് എന്റെ കൺമുന്നിലുണ്ട്. ആ ദൃശ്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല. ഞാൻ കൊട്ടാരക്കരയിൽ പലപ്പോഴും, ഞാൻ ഈ കൊട്ടാരക്കരക്കാരൻ ഞാൻ പത്തനാപുരം നിയോജകമണ്ഡലക്കാരനാണ് എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ പല മറ്റു വർക്കുകളുടെയൊക്കെ ഭാഗമായി കൊട്ടാരക്കരയിലൂടെയൊക്കെ പോകുമ്പോൾ രശ്മിയുടെ ക്യാമ്പ് സജീവമായി നിൽക്കുന്നത് ഒന്ന് താന്നത് ഐഷ പോറ്റി കളത്തിലിറങ്ങിയതിനു ശേഷമാണ്. കെ എൻ ബാലഗോപാലിന്റെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനം പോട്ടെ, MLA സ്ഥാനം ഐഷ പോറ്റിയുടെ ഔദാര്യമാണ്. ഞാൻ എഴുതി വെക്കും. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വരുന്നു. 52,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൊട്ടാരക്കര ഇടതു തരംഗമാളിക്കെത്തിയപ്പോൾ 99 സീറ്റുകളുമായി CPM അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വെറും 10,000 വോട്ടുകളായി കെ എൻ ബാലഗോപാലിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. രശ്മി പരാജയപ്പെടും. കാരണം കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തുക, രശ്മിയെ വിജയിപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാക്കി അവർ ഏറ്റെടുത്തിരുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കൊക്കെ അതീതമായി കൊട്ടാരക്കരയിൽ വർക്ക് നടന്നു. കാരണം ഈ 52,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നും കോൺഗ്രസ്സുകാർക്ക് ദഹിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ രശ്മി പരാജയപ്പെടുന്നു. കെ എൻ ബാലഗോപാൽ ജയിക്കുന്നു. 10,000-ന് താഴെ. അടുത്ത 5 വർഷക്കാലങ്ങൾ, സത്യം പറഞ്ഞ ചേട്ടാ 15 വർഷക്കാലങ്ങൾ അല്ലെങ്കിൽ പോട്ടെ, ബാലകൃഷ്ണപിള്ളയുടെ കാലങ്ങൾ കൊട്ടാരക്കരയാക്കിയതിൽ ബാലകൃഷ്ണപിള്ളയുടെ പങ്ക് നമ്മൾ ചെറുതായിട്ട് കാണില്ല. കേരളത്തില് ഏതെങ്കിലും ഒരു മുക്കിലേക്കും മൂലയിലേക്ക്, ഏതെങ്കിലും 14 ജില്ലയിലെ ഏതെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എപ്പോഴും ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ബസ് സ്റ്റാൻഡ് അത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ടൗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാഷണൽ ഹൈവേയും MC റോഡും ഒരുപോലെ ക്രോസ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ കൊട്ടാരക്കരക്കാർക്ക് ഒരുപാട് സ്വകാര്യ അഹങ്കാരങ്ങളുണ്ട്. KSRTC എന്ന് ഞങ്ങൾ കൊട്ടാരക്കരക്കാരുടെ ഒരു സ്വത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടോ എവിടെയെങ്കിലും ഒരു KSRTC ബസ് KSRTCയുടെ വകയായിട്ട് ഉത്സവത്തിന് നെറ്റിപ്പട്ടം കിട്ടി എഴുന്നള്ളിക്കോ, അത് ഞങ്ങളുടെ കൊട്ടാരക്കരയില്ല. കാരണം അത് KSRTC ഞങ്ങളുടെയാണ്. അങ്ങനെയാണ് ഓരോ കൊട്ടാരക്കാരുടെ. എന്തായാലും ഞാൻ പറയാണ്, അതൊക്കെ ഞങ്ങൾ ഭയങ്കര പ്രൗഡ്. ഇനി ശബരിമല സീസൺ വരികയാണ്. 14 ജില്ലകളിലായി എത്ര KSRTC ഡിപ്പോ ഉണ്ട്. ഫസ്റ്റ് ഡിപ്പോയിൽ പമ്പ ബോർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ നിന്നാ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്കുള്ള സ്വകാര്യ അഹങ്കാരങ്ങളുള്ള കൊട്ടാരക്കരയാണ്. ബാലകൃഷ്ണപിള്ള ഞങ്ങളുടേതാണ്, ഐഷ പോറ്റി ഞങ്ങളുടേതാണ്, രശ്മി ഞങ്ങളുടേതാണ്, ഈ പറയുന്ന അഖിൽമാരും ഞങ്ങളുടേതാണ് എന്ന് അഭിമാനത്തോട് പറയുന്നത്. ഈ ആ വിഷയത്തിലേക്ക് വരാം. അത് ഞങ്ങളുടേതാണ്. സംശയം എന്താണ്? ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നതാണ്. ഞങ്ങൾ കോട്ടാത്തല അഖിൽ എന്ന പല്ലം കളി നല്ലോണം കൊട്ടാരക്കര അഖിലാണ് ഞങ്ങൾ പറയും. കാര്യം അതിൽ ഞാൻ പറഞ്ഞുതരാം. 2026 തിരഞ്ഞെടുപ്പിൽ വരുന്നു. അവിടെ പല പേരുകൾ. എന്തായാലും കെ എൻ ബാലഗോപാൽ സ്ഥാനാർത്ഥിയാണ്.
ഇപ്പോൾ സ്വാഭാവികമായും കൊട്ടാരക്കര വിജയിപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്നിൽ സുരേഷിന്റെ ഉത്തരവാദിത്തമാണ്. 2026 ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം ആകെ ഒരു വലിയ ട്രെൻഡ് ഉണ്ടായപ്പോഴും കൊട്ടാരക്കര നഗരസഭയിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ UDF സാധിച്ചില്ല. പ്രാദേശികമായി നിലനിന്ന പല കാരണങ്ങൾ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം പേറേണ്ടി വന്നത് കൊടുക്കുന്നിൽ സുരേഷാണ്. അനാവശ്യമായ ഒരു ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവും. പല സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു. 9 സ്ഥാനാർത്ഥികളുടെ പേരാണ് കൊട്ടാരക്കരയിൽ ഞാൻ കേട്ടത്. ഈ 9 പേരിൽ ഒരു 7 പേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം സ്ഥാനാർത്ഥി മുഖ്യമാണ്. അവസാനം ഞാൻ വ്യക്തിപരമായ ഒരിക്കൽ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ഞാനും മാവേലിക്കര MP കൊടുക്കുന്നിൽ സുരേഷുമായിട്ട് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, MP എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് ഇങ്ങനെ സ്ഥാനാർത്ഥി മോഹമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ തവണ നമ്മൾ R രശ്മിയെ മത്സരിപ്പിക്കുമ്പോൾ കേവലം ഒരു മുൻ രാജ്യസഭാ MP ആയ KN ബാലഗോപാലിനെതിരെയാണ് മത്സരിപ്പിച്ചത്. അന്ന് അത് മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കേരള മന്ത്രിസഭയിലെ രണ്ടാമനെയാണ് നമുക്ക് അവിടെ പരാജയപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അവിടെ അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊന്നും അത്ര ശക്തരല്ല, അഖിൽമാരാരുടെ അടക്കം പേരുകൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതേ, അതിലെനിക്ക് വാശിയില്ല. നേതൃത്വത്തിനോട് ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഐഷ പോറ്റിയുടെ UDF പ്രവേശനം വന്നിട്ടില്ല, വരുന്നതിന് മുമ്പിട്ടാണ് സംസാരിക്കുന്നുണ്ടോ, ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, MP താല്പര്യമില്ല എന്നാണ് MP വിരോധികളോടെ പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെയല്ല രോഹിത്തെ, ഐഷ പോറ്റി വന്നാൽ 100% നമ്മളെല്ലാ പരിപാടിയും മാറ്റിവെച്ച് അവരെ ജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കും. കൊടുക്കുന്ന സുരേഷ് എന്നോട് പറഞ്ഞ വാചകങ്ങളാണ്. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, MP കൊടുക്കുന്ന ഈ ഐഷ പോറ്റി വരുന്നില്ല, അവിടുത്തെ ലോക്കൽ ആളുകളെയൊക്കെയാണ് പരിഗണിക്കണമെങ്കിൽ എൻ്റെ പേരോടൊന്ന് പരിഗണിക്കണം. ചുമ്മാ തമാശയായിട്ട് നമുക്ക് പറയാമല്ലോ. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, ഐഷ പോറ്റിയാണെങ്കിൽ അവിടെ ജയിക്കും MP, അതിനകത്ത് യാതൊരുവിധമായ സംശയവുമില്ല. ശരി, ഐഷ പോറ്റി UDF വരുന്നു. അപ്പൊ അഖിൽമാരാർക്ക് സ്ഥാനാർത്ഥിയാവുക എന്നതല്ല, അഖിൽമാരാരുടെ ലക്ഷ്യം MLA ആവുക എന്നുള്ളതാണ്. ഞാൻ എഴുതി വെച്ചു, അഖിൽമാരാരുടെ ലക്ഷ്യം MLA ആവുക എന്നുള്ളതാണ്. അത് അഖിൽമാരാര് ഈ ലൈം ലൈറ്റിലേക്ക് വരുന്ന കാലം തൊട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഗ്രഹമാണ്. അദ്ദേഹവുമായി ഞാൻ നടത്തിയ 7 or 8 ഇന്റർവ്യൂകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അഖിൽമാരാർ സെലിബ്രിറ്റി അഖിൽമാരാകുന്നതിന് മുമ്പ് സംവിധായകനായ അഖിൽമാരാരോടൊപ്പവും ബിഗ് ബോസ് താരമായ അഖിൽമാരാരോടൊപ്പവും ഞാൻ അഭിമുഖം എടുത്തിട്ടുണ്ട്. അന്നെല്ലാം എൻ്റെ ഈ ചോദ്യമുണ്ട്. കൊട്ടാരക്കരയിൽ 2026 വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ്, അവിടെ അഖിൽമാരാരെന്നൊരു സ്ഥാനാർത്ഥി, ഏതാ അഖിലെ പാർട്ടി? ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. നേഷൻ ഫസ്റ്റിലെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ച പാർട്ടിയാണ്. അപ്പോൾ അഖിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു കൊട്ടാരക്കര മാത്രമാണോ രോഹിത്തെ അഖിൽമാരാർക്ക് മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലം? ബാക്കി 140 മണ്ഡലങ്ങളിലും എനിക്ക് എന്തേ മത്സരിച്ചുകൂടെ എന്ന് അഖിൽ തിരിച്ചു ചോദിക്കുന്നത് നേഷൻ ഫസ്റ്റിൽ കിടപ്പുണ്ട്. ചേട്ടൻ റെഫർ ചെയ്യാം, പ്രേക്ഷകർക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി അഖിൽമാരാരിലേക്ക് വരാം. അങ്ങനെ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയായി എത്തി. ഐഷ പോറ്റി എത്തിയതോടുകൂടി R രശ്മി മനസ്സിലാക്കുകയാണ്, എനിക്കിനി സീറ്റില്ല. ഓക്കെ, അപ്പോൾ ഐഷ പോറ്റി UDF വന്നപ്പോൾ ഇവർ വിളിച്ചത് വർഗവഞ്ചക എന്നാണ്. അതായത് മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള നേതാക്കന്മാർ വിളിച്ചത് വർഗവഞ്ചക എന്നാണ്. രശ്മി BJP പോകുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും അവരെ വർഗവഞ്ചക എന്ന് വിളിക്കും. അവരുടെ താല്പര്യമാണ്, അവർ പൊക്കോട്ടെ. കേവലം ഒരു സീറ്റിന് വേണ്ടി മാത്രമാണോ R രശ്മിയെ പാർട്ടി ഇത്രയും ഒക്കെ ആക്കിയത്? അല്ല, ഐഷ പോറ്റി പാർട്ടി കൊടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഐഷ പോറ്റിക്ക് അവിടെ ഒരു ക്ലെയിം കിടപ്പുണ്ട്. കാര്യം എന്താ? പാർട്ടി പരിഗണിച്ചില്ല അവരെ വേണ്ട രീതിയിൽ. ഇവിടെ 5 വർഷങ്ങൾ അവരെ അപമാനിച്ചു, അവരെ ഒന്നിനും കൂട്ടാതെ അപമാനിച്ചു. തീർച്ചയായിട്ടും സംഘടന ഇടതുപക്ഷത്തിൻ്റെതല്ലാതിരുന്ന ഒരു സീറ്റ് ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയാക്കി കൊടുത്തു അവര്. ഐഷ പോറ്റിക്ക് അവിടെ ക്ലെയിം ഉണ്ട്. R രശ്മിക്ക് എന്താ ക്ലെയിം? R രശ്മിയെ ഏൽപ്പിച്ചല്ലോ, R രശ്മിക്ക് ജയിക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. രശ്മിയെ കുറ്റം പറയുന്നില്ല, R രശ്മിയെ മാത്രം കുറ്റം പറയുന്നില്ല, അവിടെ സാധിച്ചില്ല. ഇത്തവണ അതൊന്ന് തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ 5 വർഷം കഴിയുമ്പോൾ ഐഷ പോറ്റി റിട്ടയർമെന്റിലേക്ക് പോകുന്നേ, പ്രായമായല്ലോ, പ്രായമാകുമല്ലോ. അപ്പൊ വേണമെങ്കിൽ R രശ്മിക്ക് വീണ്ടും സാധ്യതകളുണ്ടോ? R രശ്മിക്ക് അത്രയും പ്രായമില്ലല്ലോ. പക്ഷെ അല്ല, ഇപ്പൊ പറ്റണം. അപ്പൊ ഇവര് MLA ആയിരുന്നു, സീറ്റ് പിടിച്ചു വാങ്ങി വേറെ ആർക്കും കൊടുത്തതുപോലെയാ. അപ്പൊ ഒരുപാട് പേരെ പരിഗണിക്കാനുണ്ടായിട്ടും R രശ്മിക്ക് സീറ്റ് കൊടുക്കുന്ന സുരേഷിനെ പോലുള്ളവരെ അപമാനിച്ചുകൊണ്ട് ഇവര് പോവുകയാണ്. പൊക്കോട്ടെ, നല്ല കാര്യം, പൊക്കോട്ടെ. വീണ്ടും തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിത്വം, അല്ലാതെ എന്താണ്? BJP ടിക്കറ്റിൽ പോയി എവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാനാണ്? എന്തിനാണെന്നേ? അതിലും ഭേദം സാധാരണക്കാർക്കൊപ്പം 5 വർഷക്കാലം ഒരു അധികാരവും ഇല്ലാതെ കോൺഗ്രസിനൊപ്പം നിന്ന കോൺഗ്രസ് കൈവെള്ള കൊണ്ടു നടക്കില്ലേ? BJP പോയിട്ടുള്ളവന്റെ അവസ്ഥ എന്താ? വേറെ പാർട്ടിയിൽ നിന്ന് ഒരാളുടെ കാര്യം പറ, ഷോൺ ജോർജിന്റെ പേരല്ലാതെ മറ്റൊരാളുടെ പേര് പറ. ഇങ്ങനെ അടിക്കും, ഇങ്ങനെ ഉറപ്പ്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടിക്കുമല്ലോ, പിന്നല്ലേ ഇവരൊക്കെ? ഇയാള് മോദി ആവാൻ നോക്കിക്കൊണ്ടിരിക്കുക രാജീവ് ചന്ദ്രശേഖരൻ. ആവശ്യത്തിലേക്ക് വരാം, കൊട്ടാരക്കര രാഷ്ട്രീയത്തിലേക്ക് വരും. അങ്ങനെ R രശ്മി പോകുന്നു. അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന് മുമ്പ് ഒരു അഖിൽമാരാരും ബിഗ് ബോസിന് ശേഷം ഒരു അഖിൽമാരാരും ഉണ്ട്. ബിഗ് ബോസിന് മുമ്പുള്ള അഖിൽമാരാർക്ക് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒന്നും അങ്ങനെയല്ല, അതിനെ മറ്റൊരു രീതിയിൽ പറയാം.
5 വർഷങ്ങൾക്ക് മുമ്പ് അഖിൽമാരാർ ആരായിരുന്നു എന്ന് പഠിക്കണം. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള അഖിൽമാരാർ ആരായിരുന്നു? കൊട്ടാരക്കര എന്ന് പറയുന്ന ശാന്തസുന്ദരമായ ഗ്രാമം, അവിടെ കോട്ടാത്തല ഗ്രാമത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും കിനാവുകളും ഒക്കെയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അഖിൽമാരാർ ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നും വിശ്വസിച്ചിരുന്ന ഒരാളൊന്നുമല്ല, എങ്കിലും ഒരു BJP രാഷ്ട്രീയത്തോട് ചായ്വ് പുലർത്തിയത് ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് കൗമാര യൗവനങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 2021 2020 കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനു മുമ്പ് അഖിൽമാരാർ സജീവ കോൺഗ്രസ് പ്രവർത്തകനായി മാറി. അതെങ്ങനെയാണെന്ന് അഖിൽമാരാർ തന്നെ പറയുന്നുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട് അഖിൽമാരാരുടെ പേരിൽ ഒരു തല്ലുകേസ് ഉണ്ടാകുന്നു. ഓപ്പോസിറ്റ് CPM ആണ്. അവിടുത്തെ ഒരു നേതാവിനൊപ്പം അഖിലും കുറേ പേരും PC വിഷ്ണുനാഥിനെ കാണുന്നു. PC വിഷ്ണുനാഥ് പറയുന്നു, സ്റ്റേഷനിൽ പൊക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാമെന്ന്. കൊട്ടാരക്കര CA എടുത്ത് ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നൊരു സ്വീകാര്യത, PC വിഷ്ണുനാഥിന്റെ ആളെന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്നൊരു സ്വീകാര്യത, അതിൽ ആകർഷകനായി സജീവ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായി അഖിൽമാരാർ മാറുന്നു. വെറുതെ ഒന്നും അല്ല, അഖിൽ അവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ഒരുപാട് തല്ലുണ്ടാക്കി. ഈ കോട്ടാത്തല എന്ന് പറയുന്ന രക്തസാക്ഷികളുള്ള സ്ഥലമായിട്ടോ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാണ്. അവിടെ ഒരു കോൺഗ്രസ്സുകാരനായി നിലനിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടാണ്. അഖിൽ സജീവമായി ഉള്ളത് കോൺഗ്രസ്സുകാരനായിട്ട്. അഖിലിന്റെ ലക്ഷ്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, അല്ലാതെ രാഷ്ട്രീയത്തോടോ സ്നേഹമൊന്നുമില്ല. ആ തെരഞ്ഞെടുപ്പിൽ അഖിൽ സീറ്റ് ചോദിച്ചു. അഖിലിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. അഖിൽ ചെയ്തത് സ്വതന്ത്രനായി കയറി മത്സരിച്ചു, റിബൽ. അഖിൽ 2ാം സ്ഥാനത്ത് വന്നു. CPM ജയിച്ചു, കോൺഗ്രസ് പരാജയപ്പെട്ടു. പാർട്ടിയാണ് അവന് സീറ്റ് കൊടുക്കാത്തത്. പാർട്ടി സീറ്റ് കൊടുത്തെങ്കിൽ അവനവിടെ ജയിച്ചേനെ ഉറപ്പായിട്ടും. അതോടുകൂടി അഖിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു, കോൺഗ്രസ് കുപ്പായം അഴിച്ചു വെച്ചു. അഖിൽ അവിടെ നിന്ന് എന്തായി? BJP വേദിയിലേക്ക്, BJPയിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു. BJPയിൽ ഇങ്ങനെ സജീവമായോ ഇല്ലയോ എന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അഖിൽ അവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് അഖിലിൻ്റെ മനസ്സിൽ സെലിബ്രിറ്റി ആകണം. അഖിലിനൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു, 4 പേരറിയുന്ന ഒരു സെലിബ്രിറ്റി ആയി മാറണം. അതിനുള്ള എളുപ്പമാർഗം രാഷ്ട്രീയമോ സിനിമയോ മീഡിയയോ ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ രാഷ്ട്രീയത്തിൽ പയറ്റാൻ അധിക സാഹചര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കണ്ട് അടുത്ത കണ്ടം ചാടുന്നു, സിനിമ. 1-2 സിനിമയിലൊക്കെ അസോസിയേറ്റ് ചെയ്ത അസിസ്റ്റ് ചെയ്ത അനുഭവം വെച്ച് ഒരു ചെറിയ പ്രൊഡ്യൂസറെ, കൊട്ടാരക്കാരനായ ഒരു പ്രൊഡ്യൂസറെയൊക്കെ ഒപ്പിച്ച് ജോജുവിൻ്റെ ഡേറ്റൊക്കെ ഒപ്പിച്ച് അജു മണിയമ്പിള്ള രാജുവിൻ്റെ മകനെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ എഴുതി, താത്വികാവലോകനം. ഒരുപാട് പരിമിതികളിലാണ് അഖില പടം ചെയ്തു തീർന്നത്, കാരണം ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജോജു ഒക്കെ ഉള്ളത് കൊണ്ട് ആ സിനിമ കോവിഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നപ്പോൾ കുറേ ട്രോൾ മെറ്റീരിയലുകൾ അതിലുണ്ടായിരുന്നു. അതായത് അത് അഖിൽ കൃത്യമായി പ്ലാൻ ചെയ്തതാണ്. തൻ്റെ സിനിമയിലെ രംഗങ്ങൾ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നു, എന്നൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അന്നൊക്കെ ചർച്ചയാകണം. അതായത് ഒരു സന്ദേശം, ഇപ്പോഴും സന്ദേശം സിനിമയുണ്ടല്ലോ, ഇപ്പോഴും എങ്ങനെ ചർച്ചയാകുന്നു അതുപോലെ അതിനുള്ള സീനുകൾ അയാൾ എഴുതി, സീനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എന്നും ചർച്ച ചെയ്യത്തക്ക വെൽ പ്ലാൻഡ് ആണ് അഖിൽ. ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ക്ലിപ്പുകൾ വളരെ സജീവമായി ഓടുന്നു. അങ്ങനെ കോട്ടാത്തലക്കാരൻ അഖിൽമാരാർ മാങ്ങ കച്ചവടവും നാരങ്ങ കച്ചവടവും ഒക്കെ നടത്തിയിരുന്ന അഖിൽമാരാർ, രാഷ്ട്രീയക്കാരനായിരുന്ന അഖിൽമാരാർ സിനിമാ സംവിധായകൻ എന്ന ലേബലിലേക്ക് മാറി. സിനിമാ സംവിധായകൻ എന്ന നിലയിൽ അഖിലിന് കൃത്യമായി അറിയാം ഇനി എങ്ങനെ ഈ ട്രാക്ക് കൊണ്ടുപോകണം. ഈ സമയത്താണ് ബിഗ് ബോസ് ഷോ വലിയ ലക്ഷ്യമാണ്. അടുത്ത ലക്ഷ്യം എന്താ? തനിക്ക് ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ആണ്. പക്ഷെ ബിഗ് ബോസിലേക്ക് അങ്ങോട്ട് പോകാൻ അഖിൽ താല്പര്യമായിരുന്നില്ല. ബിഗ് ബോസ് എന്നെ വിളിക്കണം, അതിനെന്ത് ചെയ്യണം, അഖിൽ അങ്ങനെയായിരിക്കും ചിന്തിച്ചിരിക്കുക. ചാനൽ ചർച്ചകളിലൊക്കെ ഈ സംവിധായകൻ എന്ന നിലയിൽ ഇന്റർവ്യൂകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഇയാൾ എന്ത് കിട്ടിയാലും പിടിക്കും, നന്നായി എഴുതും കേട്ടോ, നല്ല ഭാഷ, വടിവത്ത ഭാഷയിൽ എഴുതും. ഇടതുപക്ഷ രാഷ്ട്രീയ വിരുദ്ധനായി സ്വയം ചാപ്പകുത്തി അഖിലിൻ്റെ എഴുത്തൊക്കെ ഞാൻ എൻ്റെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അഖിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ കോപ്പി അടിക്കും. ഞാൻ ഈ അഖിൽമാരാരെന്നുള്ള പേര് ശ്രദ്ധിക്കുന്നത്, ഈ അഖിൽമാരാരുടെ താത്വിക അവലോകനം ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ നാടായ കൊട്ടാരക്കരയിലെ മേലിലയിലാണ്. അവരതിൻ്റെ പെർമിഷനുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു നികൃഷ്ട ജീവി ഒരു തെങ്ങിൻ്റെ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുകയും അതുകൊണ്ടാണ് പാലക്കാടേക്ക് മാറിപ്പോവുകയും അയാളെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ അതിന് വേറെ കുറച്ച് എൻ്റെതായ ഇൻപുട്സ് കൂടെ ചേർത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയപ്പോൾ കേരള നിയമസഭയിലെ MM മണി KK രമയെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആദ്യമായി അഖിൽമാരുടേതായിട്ട് എടുത്ത് ചെയ്തത്. അപ്പോൾ അഖിൽമാരാരുടെ നമ്പർ ഡെയിലി ഇല്ലാത്തതുകൊണ്ട് അഖിൽമാരാരുടെ സുഹൃത്തും എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കൃഷ്ണകുമാർ ഞാൻ മെസ്സേജ് അയച്ചു, ഇടയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇത് എടുത്തിട്ടുണ്ട്, അഖിലിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നുണ്ട്. അപ്പോൾ ഈ കൃഷ്ണകുമാർ ആ വീഡിയോ അഖിലിന് അയച്ചു കൊടുക്കുകയും ഇച്ചിരി കഴിഞ്ഞപ്പോൾ അഖിലിൻ്റെ ഒരു ഓഡിയോ എനിക്ക് വരികയും ചെയ്യുകയാണ്. രോഹിത്തെ,
എടാ നീ നന്നായിട്ട് ചെയ്തു, ഞാൻ എൻ്റെ കണ്ടന്റുകൾ പലരും എടുക്കാറുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അതേ വൈകാരികമായി തന്നെ നീ അത് സംസാരിച്ചു എന്ന് പറഞ്ഞ അഖിൽ. അന്നാണ് ഞങ്ങൾ ആദ്യമായി ഈ ശബ്ദത്തിൽ കൂടി പരിചയപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ എറണാകുളത്ത് ഉള്ളതുകൊണ്ട് പരിചയപ്പെടുകയും ഒരുപാട് തവണ ഇങ്ങനെ മുഖാമുഖം ഇരിക്കുകയും ചെയ്തു. അന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം, അഖിലിന്റെ കണ്ണിൽ എന്തോ വല്ലാതെ കത്തുന്നുണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്, അവൻ ഇത് എവിടെയെങ്കിലും എത്തും എന്നുള്ള കാര്യത്തിൽ കൃത്യമായി അറിയാം. അവിടുന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളിലെ പാനലിസ്റ്റായി അഖിൽ മാറുകയാണ്. കൃത്യമായി വിഷയങ്ങൾ പഠിക്കും. അഖിലിന്റെ ഏറ്റവും വലിയ ടാലന്റ് അതാണ്. ഇപ്പൊ ഈ ആകാശത്തിന് താഴെ എന്തിനെ പറ്റി ചോദിച്ചാലും അഖിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് കൃത്യമായ മറുപടി പറയാൻ അഖിലിന് അറിയാം. അങ്ങനെ അഖിൽ എന്ത് ചെയ്തു, അഖിൽ കുറച്ച് യൂട്യൂബർമാരെ ചൊറിഞ്ഞു. അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള യൂട്യൂബർ അശ്വന്ത് കോക്ക്, സീക്രട്ട് ഏജന്റ്, ഇവന്മാരെ കയറി ചൊറിഞ്ഞു. ഇവന്മാർ അത് ഏറ്റുപിടിച്ചു. കാര്യം എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ പരിപാടി അതാണ്. ഇവന്മാർ ചൊറിയുന്നു, തിരിച്ചു ചൊറിയുന്നു, അട്ടി അട്ടി അട്ടി. അങ്ങനെ അഖില് ശ്രദ്ധിക്കപ്പെടുന്നു. ആ സമയത്താണ് അഖിലിന്റെ ഒരു ഇന്റർവ്യൂ വരുന്നത്. അഖില് അതിൽ നിശ്ചിതമായി ബിഗ് ബോസിനെ അത് വിമർശിക്കുകയാണ്. ലുലു മാളിൽ പോയി തുണിയില്ലാതെ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, എന്നാലും ഞാൻ ബിഗ് ബോസിൽ പോകില്ല. അപ്പൊ ബിഗ് ബോസിന് ഈഗോ ഹട്ടാവും. സീരിയസ്ലി ബിഗ് ബോസിന്റെ പാനലിസ്റ്റുകൾക്ക്, സെലക്ഷൻ പാനലിസ്റ്റിന് ഈഗോ ഹട്ടാവും. അവർ ഇവനെ വിളിച്ചു വരുത്തി പണിയണം. അവരുടെ ഒരു ലക്ഷ്യമാണ്. അഖിൽ മോരാർ ബിഗ് ബോസിലേക്ക് പോകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അഖിൽ ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്ന വാർത്ത അറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അഖിൽ ചിരിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ പറഞ്ഞ്, ചിരിച്ചിട്ട് പറഞ്ഞ് പോയിട്ട് വരാടാ. അഖിൽ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ, അഖിലിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അഖിൽ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസിൽ കാണിച്ച ആ ബാക്ക് LED വാളിൽ അവന്റെ പ്രൊഫൈൽ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെ ടീമാണ്, നമ്മളാണ് ഷൂട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അഖിൽ ബിഗ് ബോസിലേക്ക് പോകും. ബിഗ് ബോസിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ, 5 ദിവസം ഫസ്റ്റ് എവിക്ഷൻ, സെക്കൻഡ് എവിക്ഷൻ, തേർഡ് എവിക്ഷൻ, 100 ദിവസം. പണി അറിയാവുന്നതിനെ പണിയാൻ പറ്റത്തില്ല കേട്ടോ. പണി അറിയാവുന്ന പലർക്കും എത്തപ്പെടേണ്ട അടുത്ത് എത്തിയിട്ടില്ല, എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ എത്തപ്പെടാൻ അഖിലിനെ കൊണ്ട് സാധിക്കുമ്പോൾ കൊട്ടാരക്കരയുടെ ഗ്രാമപ്രദേശമായ കോട്ടാത്തല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെയും കശുവണ്ടി തൊഴിലാളിയുടെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളിയുടെയും മകനായി പിറന്ന അഖിലിന് ജനം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു സെലിബ്രിറ്റി ഫേസ് ആകാൻ വേണ്ടി അവൻ ജീവിതത്തിൽ നടത്തിയ കുറേ ചാട്ടങ്ങളുണ്ട്. ആ ചാട്ടങ്ങൾക്ക് അവസാനം അഖില് ബിഗ് ബോസിലെത്തി. ബിഗ് ബോസിൽ നിന്ന് വിജയായി പുറത്തിറങ്ങിയതിനു ശേഷം അഖിലിന്റെ സ്ട്രാറ്റജികൾ മാറ്റി. പോട്ടെ, നമ്മൾ അഖിൽമാരെ പറ്റി അല്ല സംസാരിക്കുന്നത്. അഖിൽമാരാര് വലിയ കോൺഗ്രസ് ആയിരുന്നു, പറയട്ടെ ഞാൻ പറയാം, വലിയ ബ്രാൻഡായി മാറും. ഈ ബ്രാൻഡായ അഖിൽമാരെ തേടി നേതാക്കന്മാരുടെ വിളിയെത്തും, ഉറപ്പായെത്തും. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പ്രാതൽ കഴിക്കുക, VD സതീശന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുക. VD സതീശന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഖിലിനെ കണ്ടിങ്ങനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ വലിയ വിമർശകനായി മാറി. 24-നെ വെല്ലുവിളിച്ച് 24-ന്റെ ഒരു പരിപാടിയുടെ അൺകട്ട് വേർഷൻ പുറത്തിറക്കാൻ 24-ന് സമ്മതം ചെലുത്തിയിട്ടുണ്ട് അഖിൽ മാരാർ. ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു ചാനൽ അവർ തീരുമാനിച്ചു എഡിറ്റോറിയൽ പോളിസിൽ നിന്ന് മാറി ചിന്തിച്ച് അത് ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്താനുള്ള സമ്മർദ്ദ ബുദ്ധി അഖിൽ മാരാർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അഖിൽ ലക്ഷ്യം വെച്ചതൊക്കെ നേടിയ ആളാണ് അഖിൽ. ആ അഖില് കോൺഗ്രസിൽ സീറ്റ് മോഹിച്ചു. അത് കിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് അഖിലിന്റെ 2020 പ്രവേശനം. അഖിലിന് നേരെ BJP-യിലേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ട് BJP പ്രവേശിച്ചിട്ടില്ല? അവിടെ നമ്മൾ ചിന്തിക്കണം. അഖിലിനെതിരെ ഒരു രാജ്യദ്രോഹ കുറ്റം നിലനിൽപ്പുണ്ട്, അറിയാമോ? ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഇത് കൊടുത്തിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഒരു BJP-യുടെ സജീവ പ്രവർത്തകനാണ്. ഇതിനും അപ്പുറത്തേക്ക് BJP-യിലേക്ക് അങ്ങ് പോയാൽ അഖിലിന് പ്രത്യേകിച്ചൊന്നുമില്ല, BJP നേതാവായിട്ട് നടക്കാം, അല്ലെങ്കിൽ BJP സജീവ പ്രവർത്തനമായിട്ട് നടക്കാം. പക്ഷെ 2020-യുടെ സാധ്യതകൾ ഭയങ്കരമാണ്. സാഹു ജേക്കബ് അല്ല, അതൊരു നേതാവിന്റെ പേര് ചേട്ടനൊന്ന് പറഞ്ഞു. ഇപ്പൊ പറയാമല്ലോ, സാഹു ജേക്കബും അഖിൽമാരാരും. സാഹു ജേക്കബ് ചെറിയ മീനാണോ? രാജ്യത്തെ അറിയപ്പെടുന്ന വ്യവസായികളിൽ ഒരാളുടെ പാർട്ടിയാണ് രാജ്യത്തെ. ആ മൂക്കില്ല രാജ്യത്തെ മുർമുക്കൻ രാജാവൊന്നും അല്ല, ആ മൂക്കില്ല രാജ്യമായിരുന്നു. പക്ഷെ അത് NDA-യിൽ ചേർന്നപ്പോൾ അത് മൂക്കില്ല രാജ്യം അല്ലാതായി മാറി. എത്ര സീറ്റിലാണ് മത്സരിക്കാൻ പോകുന്നത്? പക്ഷെ അവിടെ തന്നെ മുറിവുറുപ്പാന്ന് പറയുന്നു. അതിലെങ്ങും ഒരു കാര്യമില്ല. BDJS-നേക്കാൾ NDA-യിൽ ശോഭിക്കാൻ പോകുന്ന പാർട്ടി 2020 ആണ്. 2ാം സ്ഥാനത്തേക്ക് 2020 എത്താൻ അധികം താമസമൊന്നും കിഴക്കമ്പലത്ത് മാത്രമുള്ള ഒരു പാർട്ടി അല്ല. കിഴക്കമ്പലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ലോക്സഭയിൽ, കേരളത്തിൽ പലയിടങ്ങളിലും, പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും മത്സരിച്ചുവെങ്കിൽ, ഈ വരുന്ന നിയമസഭയിൽ അവർ എണ്ണത്തിൽ കൂട്ടി മത്സരിക്കുന്നുവെങ്കിൽ അവിടേക്ക് സെലിബ്രിറ്റികൾ എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ ഭയങ്കര പ്രശ്നമുണ്ടെന്ന് അതൊക്കെ അവർ സോൾവ് ചെയ്യും. അതിനകത്ത് BJP-യിലോട്ട് പോയതിൽ അതിലൊക്കെ അതൊരു പാർട്ടിയായിട്ടാണ് പോയത്. അല്ലാതെ PC ജോർജിനെ പോലെ ജനപക്ഷം കൊണ്ടുവന്ന് BJP ലയിപ്പിച്ചതുപോലെ ലയിച്ചതല്ല. 2020 ആയിട്ടാണ് നിൽക്കുന്നത്.
അവിടെ അഖിലിൽ കാണുന്ന പല ലക്ഷ്യങ്ങളുണ്ട്. അവനൊരു കൊട്ടാരക്കര സീറ്റ് മാത്രം മോഹിച്ച് 2020 പോകുന്ന ആളല്ല അഖിൽ മാരാർ. അഖിൽ മാരാർ 2020 കൊട്ടാരക്കര സ്ഥാനാർത്ഥി ആവുകയോ ആകാതിരിക്കുകയോ ചെയ്യും. പക്ഷെ നിയമസഭയിൽ അഖിൽ മാരാർ മത്സരിക്കും. 2020 ടിക്കറ്റിൽ എവിടെ നിന്നെങ്കിലും മത്സരിക്കും. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ തന്നെയാണ്. ആർ രശ്മി പത്തനാപുരത്ത് മത്സരിക്കും. കാരണം അഖിൽ മാരാർക്ക് പത്തനാപുരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ പത്തനാപുരത്ത് മത്സരിക്കില്ല. കാരണം അഖിൽ മാരാരും KV ഗണേഷ് കുമാറും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അഖിൽ മാരാരുടെ സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ജോജു ജോർജ് മന്ത്രിയാകുന്ന ഒരു സീനുണ്ട്. അത് KV ഗണേഷ് കുമാറിനെ കണ്ട് ജോജു എഴുതിയതാണ്, അല്ല അഖിൽ മാരാർ എഴുതിയതാണ്. പത്തനാപുരത്തൊന്നും അഖിൽ പോയി മത്സരിക്കില്ല. അഖിൽ കൊട്ടാരക്കരയെ മത്സരിക്കും. ആർ രശ്മി ആയിരിക്കും പത്തനാപുരത്ത് സ്ഥാനാർത്ഥി. ചേട്ടൻ എഴുതി വെച്ചോ. അപ്പൊ കൊട്ടാരക്കര രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയുകയാണ്. നമ്മൾ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല ചേട്ടാ. ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായി പറഞ്ഞതൊന്നും ആർ രശ്മി BJP-യിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞ എന്റെ രണ്ടാമത്തെ ദിവസത്തോടെ ആർ രശ്മി BJP-യിലേക്ക് പോകുന്നില്ല എന്നുള്ള വാർത്ത വരുന്നു. അപ്പോഴും കൊട്ടാരക്കാരൻ എന്റെ സംശയം അഖിൽ മാരാർ ഇപ്പൊ വന്ന ആ രാഷ്ട്രീയം ശരിയാവും. ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ അഖിൽ മാരാർ ഇങ്ങനെ അഖിൽ മാരാരെ മാത്രം ചിന്തിക്കൂ. രാഷ്ട്രീയമായ ചിന്താഗതികളൊക്കെ മാറ്റി നിർത്തും. ആ ചെറുപ്പക്കാരന്റെ ട്രാക്ക് മാത്രം ചിന്തിക്കൂ. അഖിലിനെ ഐഷ പോറ്റിയോടാണ് മത്സരിക്കാൻ പോകുന്നത്. അതിനെന്താ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം MLA ആകുന്ന ഒരു ശുഭാപ്തി വിശ്വാസം. MLA ആകാൻ എല്ലാവരും വന്ന് VD സതീശൻ ആദ്യ തവണ MLA ആയോ? കെ കരുണാകരൻ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അഖില് കാണുന്നത് ഇന്നിന്റെ രാഷ്ട്രീയമല്ല, നാളെയുടെ രാഷ്ട്രീയമാണ്. 5 കൊല്ലം കഴിഞ്ഞ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, അഖിൽ മാരാർ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അടഞ്ഞതായിരുന്നു. ഇനി അഖില് വന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയാലും വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. ഇപ്പൊ വീണ്ടും അഖിൽ മാരാരെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാർ 2020 പ്രവേശനത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട 3 ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചിട്ട് അഖിലിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരുമോ എന്ന് ചോദിച്ചു. എന്തിനാ? അഖിലിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി മാധ്യമങ്ങൾ കാത്തിരിക്കുക. ഞാൻ ഇന്നലെ വിളിച്ചു. അഖിലെ എന്തുകൊണ്ട് അല്ല, ഞാൻ മെസ്സേജ് അയച്ചു, 2020 നേതാവേ എന്ന് പറഞ്ഞിട്ട് ലവ് അയച്ചു. അപ്പൊ എനിക്ക് തിരിച്ചു, ആടാ ഞാൻ ഗുരുവായൂരാടാ. ഓക്കെ ഇരിക്കണ്ടേ, ഇരിക്കാടാ, സീറ്റ് എവിടെയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം വരട്ടെ, ഇരിക്കുമായിരിക്കാം. അപ്പോ സാബു കഴിഞ്ഞാൽ അടുത്ത നേതാവായി 2020 അദ്ദേഹം നയിക്കുന്നു. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ രോഹിത് പറഞ്ഞ പോലെ അദ്ദേഹം കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കും. എഴുതി വെച്ചോ. ചിലപ്പോഴേ ഈ കേന്ദ്ര സർക്കാരിന്റെ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഒരു ബോർഡ് വെച്ച കൊടി വെച്ച കാറിലൊക്കെ അവന്മാർ ഇറങ്ങുന്ന കാണേണ്ടി വരും. ഏതായാലും ജനുസ് അഖില. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞെന്താ, കൊട്ടാരക്കരയുടെ അഭിമാനമാണെന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കൊട്ടാരക്കരക്കാർക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. കാര്യമായിട്ട് പറയാ. ഇനി സർവസ്വവും നഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ചിടത്തേക്ക് ഓടിയെത്താൻ കാണിക്കുന്ന ഒരു വെമ്പലുണ്ട്. എല്ലാവർക്കും ഒന്നും ഓടി എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെമ്പൽ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ മാധ്യമ മേഖല ഭരിക്കുന്ന ആളും സിനിമാ മേഖല ഭരിക്കുന്നവരും ഒക്കെ ആ ഒരു കാറ്റിന്റെയാണ്. അത് ആ അറബിക്കടലിൽ നിന്ന് ഇങ്ങോട്ട് വീശിയും ഇവിടുന്ന് മറ്റേ പർവ്വതങ്ങളിൽ തട്ടി വരുന്ന ഒരു കാറ്റുണ്ട് ചേട്ടാ. ഇതൊരു വല്ലാത്തൊരു കാറ്റാ, ഇച്ചിരി വാശിയുള്ള കാറ്റ്. ആയിക്കോട്ടെ, അഭിമാനത്തോടെ, കേരളത്തിന് മൊത്തം അഭിമാനം. ഞാൻ അഖിലിന്റെ കേസ് മാത്രമല്ല പറയുന്നത്. കേവലം ഒരു കോളേജ് അധ്യാപകരിൽ നിന്ന് മലയാള മാധ്യമ രംഗം, അത് വെറും ഒരു ന്യൂസ് ചാനൽ മാത്രമല്ല, എന്റർടൈൻമെന്റ് രംഗം ഒരുപോലെ കൈവെള്ളയിൽ പിടിച്ചൊരു മനുഷ്യനുണ്ടേ. അവിടെ അടുത്തുള്ള ആളാ. വാശിയുടെയാണ്, ആ നാടിന്റെയാണ്. നമുക്ക് ഇഷ്ടമൊക്കെ തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ അഖില് ചുമ്മാതൊന്നും ചാടിക്കറി ഒന്നും ചെയ്യുന്നതൊന്നുമല്ല. ഇത്രയുമൊക്കെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഘട്ടം ഘട്ടമായി അഖിലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അഖിലൊരു മണ്ടത്തരം കാണിക്കില്ല. കൊട്ടാരക്കരയിൽ ജയിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. അനാവശ്യമായ വാഗ്ദാനം ഒന്നും. 5 കൊല്ലം കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞു 5 കൊല്ലം കഴിഞ്ഞാൽ, ഇപ്പോഴല്ല വരും ഭാവിയിൽ അദ്ദേഹം ഒരു MLA ആകും. ഉറപ്പ്. എഴുതി വെച്ചോ. ഏതായാലും താങ്കളുടെ സുഹൃത്തുമായ അഭിമുഖം നമ്മുടെ എന്റെ സുഹൃത്ത് എന്നുള്ളതല്ല, അങ്ങനെ അഖിലും മാരാരും ഞാനും തമ്മിലുള്ള അളിയാ വിളിക്കുന്ന സൗഹൃദമൊന്നുമല്ല. ഒരു മാധ്യമ പ്രവർത്തകനും ഒരു സെലിബ്രിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖം നമ്മുടെ ഫ്ലോറിൽ ഉണ്ടാകുന്ന അല്ല, അതൊക്കെ വരാതിരിക്കും. അതൊക്കെ സാഹചര്യം ഡിപ്പെൻസ്. നമ്മളിപ്പോ എത്രയോ പ്രകീർത്തിക്കുന്ന നേതാക്കന്മാരുടെ അഭിമുഖം നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞതല്ല. കൊട്ടാരക്കരയുടെ രാഷ്ട്രീയത്തെ പറ്റി പറയാണ്. കൊട്ടാരക്കരയിലെ 2026 ഇലക്ഷൻ റിസൾട്ട് ചേട്ടൻ എഴുതി വെച്ചോ. ഐഷ പോറ്റി MLA, UDF-ന്റെ മിഷൻ 100-ൽ 1 കൊട്ടാരക്കര. ഐഷ പോറ്റി MLA ഫ്രം കൊട്ടാരക്കര. ഭൂരിപക്ഷം എഴുതി വെച്ചോ. 20,000-നും 25,000-നും ഇടയിലുള്ള ഒരു ലക്ഷം.